ചേട്ടാ, കുട്ടികളെ പോലെ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അത് കണ്ടില്ലേ, പുറത്തു നിന്നൊരു കമ്പനി വന്നിട്ട് അവിടെ സമോസയുടെ കട തുടങ്ങിയിരിക്കുക. എന്റെ കട പൊളിഞ്ഞത് തന്നെ. എന്ത് ചെയ്യാ? പക്ഷെ നിങ്ങൾ എന്തിനാ കട അടയ്ക്കുന്നത്? അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? വായിക്കേ വായിക്കേ. ഇന്ന് വിൽക്കപ്പെടുന്ന സമൂസകളിൽ ഒരെണ്ണത്തിൽ സ്വർണം ഇരിപ്പുണ്ട്. ഏത് ഭാഗ്യവാനാണോ ആ സമൂസ കിട്ടുന്നത് അയാൾക്ക് ആ സ്വർണം എടുക്കാവുന്നതാണ്. മാത്രമല്ല, ഒരാഴ്ച അയാൾക്ക് ഇവിടുന്ന് സമൂസ ഫ്രീ ആയിട്ടും കഴിക്കാം. സമോസ എന്ന് സ്വർണം കിട്ടുമെന്ന് കരുതി എല്ലാവരും അവിടെ പോയി കഴിക്കും. എന്റെ ബിസിനസ് പൊളിഞ്ഞു പോയേ. പക്ഷെ അതിന് ആ കടയിലെ സമൂസയൊന്നും കാണുന്നില്ലല്ലോ. ട്രക്ക് നിറച്ച് സമോസ വരാൻ പോവാത്രേ. എന്റെ ബിസിനസ് ആകെ മുടിഞ്ഞു പോയല്ലോ. നിങ്ങൾ വിഷമിക്കണ്ടെന്നേ, ഞങ്ങൾ ചേട്ടന്റെ കടയിൽ നിന്ന് സമൂസ കഴിക്കൂ. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? വിദേശി സമൂസ കടയിലെ എല്ലാ സമൂസകൾക്കൊപ്പമുള്ള ഒരു സമൂസയിൽ സ്വർണ്ണമുണ്ടെന്ന്. നമ്പർ 1, നമ്മളിപ്പോ എന്താണ് ചെയ്യേണ്ടത്? ബോസ് ബോസ്, നമുക്ക് ഗണ്ണെടുത്തിട്ട് പോകാം. ഗണ്ണ് കാണിച്ചിട്ട് അവരോട് പറയാം. പറയൂ, എന്താ പറയാൻ പോകുന്നത്? ഞാൻ അവരോടൊക്കെ മാറി നിൽക്കാൻ പറയും. എന്നിട്ട് ബോസിനോട് അകത്തോട്ട് ചെല്ലാൻ പറയും. എന്നിട്ട് എല്ലാ സമോസയും വാങ്ങുക. എന്നിട്ട് അതിനകത്ത് നിന്നും ഒരു സമോസയിൽ നിന്ന് സ്വർണം കിട്ടും. എങ്ങനെയുണ്ട് ഐഡിയ? ഉപ്പില്ലാത്ത കഞ്ഞിയില്ല, പെട്രോൾ ഇല്ലാത്ത വണ്ടി ഓടില്ല, പൈസ ഇല്ലാത്ത നമ്മൾ എങ്ങനെയാണ് പണ്ട വാങ്ങിക്കുന്നത്? വേറെ ഐഡിയ പറയേ, വേഗം. പക്ഷെ ബോസ്, ഈ കവിത അത്രയ്ക്കങ്ങട് ശരിയായില്ലല്ലോ. ബോസിന് എന്ത് പറ്റി? എടാ ഭ്രാന്ത, ഞാൻ നിന്നോട് കവിതയല്ല പറഞ്ഞത്, നിന്നോട് കുറച്ച് കാര്യങ്ങളാ പറഞ്ഞു തന്നത്. വാ, നമുക്ക് ട്രക്ക് മോഷ്ടിക്കാം. ആ കടക്കാരൻ നശിച്ചു പോട്ടെ. എന്റെ കട നശിപ്പിക്കാൻ വന്നവനല്ലേ. എന്റെ ഭഗവാനെ, അവന്റെ ആ ട്രക്ക് പഞ്ചറായി പോണേ, അല്ലെങ്കിൽ ആരെങ്കിലും അത് കട്ടോണ്ട് പോണേ. പോലീസ് 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 പോലീസ്, ജോൺ ദ നോട്ട് ഞങ്ങളുടെ ട്രക്ക് ഇതാ മോഷ്ടിച്ചു കൊണ്ടുവരികയാണ്. പോലീസ് പോലീസ്. എനിക്ക് തോന്നുന്നു ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടെന്ന്. മോട്ടു വേഗം എണീക്ക്, നമുക്ക് പോയി ജോണിനെ പിടിക്കാം. വേണ്ട വേണ്ട, നിങ്ങൾ ജോണിനെ പിടിക്കാൻ പോണ്ട. ആ ട്രക്ക് എങ്ങാനും തിരിച്ചു വന്നാൽ എന്റെ ബിസിനസ് നശിച്ചു പോകും. വിദേശി സമൂസക്കാരെന്ന് വെച്ചാൽ അവര് പുറത്തുനിന്ന് വരുന്നവരല്ലേ. അവര് ആദ്യമായിട്ട് ഫുർഫുറി നഗറിൽ വരുമ്പം അവരുടെ ട്രക്ക് മോഷ്ടിക്കാന്നൊക്കെ പറഞ്ഞാ അത് നമുക്ക് അപമാനമുള്ള കാര്യമല്ലേ. പക്ഷെ ആ ട്രക്ക് തിരിച്ചു വന്നാൽ ഞാൻ നശിച്ചു പോകും. അതുകൊണ്ട് വേണ്ട, നിങ്ങളെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. മോട്ടു, ഇത് നോക്ക്, ഒരു പ്ലേറ്റ് നിറച്ച സമോസ. ഇത് നിനക്കുള്ളതാ, ഫ്രീ ആയിട്ട്. എന്റെ മോട്ടു, ഇത് ഫുർഫുറി നഗറിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. നീ ഒന്ന് ചിന്തിക്കേ. ഫുർഫുറി നഗരത്തിന്റെ അഭിമാനമാണോ വലുത്, അതോ സമോസയോ? സമൂസയാണ് സമൂസയാണ്. മോട്ടു, അല്ലല്ല, അഭിമാനം തന്നെയാണ്. അഭിമാനമാണ് വലുത്. അയ്യോ. നീ എന്തിനാ ഈ കരയുന്നേ? ആദ്യമായിട്ടാ ചായക്കട ചേട്ടൻ ഫ്രീ ആയിട്ട് സമൂസ തരാൻ നോക്കിയത്. എന്നിട്ട് എനിക്കത് കഴിക്കാൻ പോലും പറ്റിയില്ല. ഫുർഫുറി നഗറിന്റെ അഭിമാനമാണോ വലുത്, അതോ നിനക്ക് സമൂസയാണോ? ഫുർഫുറി നഗറിന്റെ അഭിമാനം തന്നെ. എന്റെ മോട്ടു, നീ എന്തായി ചെയ്യുന്നേ? നമ്മള് വേഗം പോയി ആ വണ്ടി പിടിക്കുകയാണെങ്കിൽ അതിന്റെ മുതലാളി നിനക്ക് ഒരുപാട് സമൂസ തരും. ആണോ? പൊളിച്ചേ. ഞാൻ നിങ്ങളെ ജോണിനെ പിടിക്കാൻ പോവാൻ സമ്മതിക്കില്ല. നോക്കാം, വിദേശി സമൂസയുടെ ട്രക്ക്. വേഗം പോ, നമുക്ക് പിടിക്കാം. മോളിൽ നിന്ന് എന്താ ശബ്ദം കേൾക്കുന്നത്? എന്തെങ്കിലും വീണതായിരിക്കോ? ബോസ് ബോസ്, ഇത് മോട്ടു പത്ലു ആണ്. മോട്ടു പത്ലു, എവിടെ നോക്കിയാലും മോട്ടു പത്ലു. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിത. കവിതയുടെ കാര്യം വിട്ടിട്ട് നിങ്ങൾ മുകളിലേക്ക് ചെല്ല്, എന്നിട്ട് മോട്ടു പത്ലുവിന് അവിടെ നിന്ന് താഴേക്ക് ഇറക്ക്.
ബോസ് നിങ്ങളോട് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. എന്താ കഴിക്കുന്നത്? ചൂടുള്ളതോ തണുത്തതോ? എടാ ഭ്രാന്ത, കഴിക്കാനൊക്കെ കൊടുത്ത് സൽക്കരിക്കാൻ അവൻ എന്താടാ നിന്റെ മാമന്റെ മോനാണോ? അവന്മാരെ രണ്ടുപേരെ എങ്ങനെയെങ്കിലും അതിന്റെ പുറത്ത് തിറക്കടാ. അല്ലെങ്കിൽ വേണ്ട, ജാം ഉള്ളിലേക്ക് കയറാം. മോട്ടു പത്ലു, നിങ്ങളെ ഈ ട്രക്ക് പിടിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഇത് ഞാൻ എന്താ ചെയ്തത്? സോറി സോറി ഡോൺ, സോറി. അങ്ങനെ നമ്മൾ ഈ ട്രക്കിനെ കരസ്ഥമാക്കിയേ. ഈ മോട്ടുപത്തിലും എന്നെ വിടാതെ എന്റെ എല്ലാ പ്ലാനുകളും പൊളിച്ചോണ്ടിരിക്കോ. യുവമാരെ കൊണ്ട് വലിയ ശല്യം തന്നെയാണല്ലോ. ബോസ്, എന്ത് നല്ല കവിതയാ ബോസ്. കവിതയുടെ കാര്യം വിട്ടിട്ട് സ്പീഡിൽ ഓടടാ, സ്പീഡിൽ. എന്നെ ഒന്ന് തോളത്ത് കയറ്റിക്കൊണ്ട് ഓടടാ. The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. വേഗം പറയണം. പറയൂ 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 പറയൂ. ആ സമോസ കൊണ്ടുപോയ ട്രക്ക് എവിടെ? ചിങ്കൻ സാറേ, ട്രക്ക് കൊണ്ട് ആ കള്ളൻ അങ്ങോട്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് അവനോട് പറ, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. പിന്നെ ആകാശത്തേക്ക് വെടിവെക്ക് സാറേ. അപ്പൊ അവൻ പേടിച്ചിട്ട് വണ്ടി നിർത്തിക്കോളൂ. നീ പറഞ്ഞത് വളരെ ശരിയാണ്. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. വണ്ടി നിർത്ത്. ആകാശത്തേക്ക് വെടിവെക്ക് സാറേ, വെടിവെക്ക്. ഐഡിയ. ഓക്കേ. അവിടെ കിടന്നുറങ്ങിക്കോ. ബൈ ബൈ. ഈ വഴിയൊരു താര ഈ സമൂസകൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. നല്ല മണം. എന്റെ മോട്ടു അത് കഴിക്കരുത്, അതിലെന്തോ പ്രശ്നമുണ്ട്. അതില് ഒരു പ്രശ്നവുമില്ല. ഈ മണമുള്ള സമൂസ കഴിക്കാതെ ഞാൻ ഇവിടുന്ന് വരില്ല. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളെ ഈ ട്രക്ക് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന്. എന്റെ കഞ്ഞുകൂടി മുട്ടിക്കാനാണോ പ്ലാൻ? നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. കള്ളനെ സഹായിക്കുന്നവൻ അതിലും വലിയ കള്ളനാണ്, അത് മറക്കണ്ട. അതെ ജോൺ സാർ, ഇതേ ഈ ട്രക്ക് അങ്ങേടതാ. അങ്ങ് കൊണ്ടുപോയിക്കോളൂ. മോട്ടു പതിലു, നിങ്ങൾ ചാക്കിനകത്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ബൈ ബൈ. മോട്ടു എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്യ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഐഡിയ. ദേ ഇരിക്കുന്ന സമൂസ. നിനക്ക് സമൂസയുടെ അടുത്തേക്ക് പോവാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. പക്ഷേ ആ സമൂസക്ക് നിന്റെ അടുത്ത് വരുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നല്ല മണം. സമൂസ. ഇവന്മാരെ കൊണ്ട് ഒരു നിവർത്തിയില്ലല്ലോ. ട്രക്ക് കുറച്ചുകൂടെ സ്പീഡ് വിട്. എടാ സ്പീഡ് വിട്. ഇടിക്കവന്മാരെ ഇടിക്ക. വേണ്ട, നിർത്ത്. ഒന്ന് നിർത്ത്. നല്ല മണം. ഇവന്മാരെങ്ങനെ ആകാശത്തൂടെ പറന്നു വരുന്നത്? അവർ രണ്ടാളും എന്തും ചെയ്യാൻ പ്രാപ്തരാണ് ബോസ്. അവരുണ്ടല്ലോ ഫുർഫുറി നഗരത്തിലെ ഹീറോസ് ആണ്. മിണ്ടാതിരിക്കടാ പൊട്ട. നിന്റെ ബോസ് ഞാനാ. നീ എന്നെ പുകഴ്ത്തി പറയടാ, അവന്മാരെ അല്ല. എന്നെ പുകഴ്ത്തി പറയാനാ പറഞ്ഞേ, കേട്ടോ? ഓക്കേ ബോസ്. എന്റെ അമ്മോ. എന്താ ഈ കാണിക്കുന്നെ? എന്നെ വിടാൻ. ബോസ്, ഈ ബുള്ളറ്റ് അതിനകത്തിടൂ. ആ ഗൺ കാലിയാ. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ ഈ ട്രക്ക് വിട്ടുകൊടുക്കാൻ സമ്മതിക്കില്ല. മനസ്സിലായോ?
അയ്യോ പോയേ പോയേ, എന്താ എന്നോട് മാത്രം ഇങ്ങനെ? മോട്ടുവും പത്തിലും വളരെ നല്ല കാര്യമാണ് ഇതാ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ട്രക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. പറയൂ, നിങ്ങൾക്ക് ഇതിന് എന്ത് പ്രതിഫലമാണ് വേണ്ടത്? വയറ് നിറച്ച് സമൂസ തന്നാ മതി, ധാരാളം. ചെല്ലു, ട്രക്കിനകത്തേക്ക് പോകൂ. വയറ് നിറയുന്നത് വരെ എത്ര സമോസ വേണമെങ്കിലും കഴിച്ചോളൂ. പൊളിച്ചേ. മോട്ടു നിക്കേ. എന്റെ ട്രക്കിനകത്തുണ്ടായിരുന്ന എല്ലാ സമോസയും തിന്നു തീർത്തിരിക്കുന്നു. മുഴുവനും ഇങ്ങനെ തിന്നു തീർക്കാനാണെങ്കിൽ എന്തിനാണ് ട്രക്ക് തിരിച്ചു കൊണ്ടുവന്നത്? പറയൂ, എന്തിനാണ് കൊണ്ടുവന്നത്? Why? ഒരു മിനിറ്റ് സാറേ, എല്ലാ സമൂസയും മോട്ട് തിന്ന് തീർത്ത് കഴിഞ്ഞു. അപ്പൊ സ്വർണ്ണമുള്ള സമൂസ എവിടെ പോയി? ആളുകൾ എല്ലാരും കടയിൽ വന്ന് കഴിക്കാൻ വേണ്ടി ഞങ്ങളുടെ പബ്ലിസിറ്റിയുടെ ഒരു തന്ത്രമായിരുന്നു അത്. ഇത് വെറും ഒരു സ്റ്റണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതിൽ ഒരു സമോസയ്ക്കകത്തും സ്വർണ്ണമില്ല. ഫുർഫുറ നഗരത്തിൽ ഇങ്ങനത്തെ ഒരു ചതിയനെ നമുക്ക് ആവശ്യമില്ല. തല്ലടാ അവനെ.